സൗദി ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു. ഇനി ഇവിടത്തെ സുഡാപ്പികളെല്ലാം കൂടി കിടന്ന് മോദി സൗദിയിലൊക്കെ പോയി സൗദിയും മോദിയും തമ്മിൽ വലിയ സൗഹൃദമാണല്ലോ, എന്നിട്ടും ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചല്ലോ. ഇതാണ് കേന്ദ്ര സർക്കാർ, ഇതാണ് BJP വഖഫ് ബില്ലിനെ ഒക്കെ കൊണ്ടുവന്ന് എല്ലാവരെയും രക്ഷിച്ച BJP, സൗദിയിൽ പോയി വലിയ ബഹുമതിയൊക്കെ വാങ്ങിയ നരേന്ദ്രമോദി, എന്നിട്ടും സൗദി ഇന്ത്യക്കാർക്ക് വിസ നിഷേധിച്ചു. ഇനി ഇത് പറഞ്ഞുള്ള ഒരു ബഹളം തന്നെയായിരിക്കും സോഷ്യൽ മീഡിയകളിൽ മുഴുവൻ നടത്തുന്നത്. അതായത് സൗദി ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങൾക്കാണ് സൗദി വിലക്ക് ഏർപ്പെടുത്തുന്നത്. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിലുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി സൗദി സർക്കാർ ഏർപ്പെടുത്തുന്ന വിസ വിലക്കുകൾ പ്രാബല്യത്തിലുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ചില വിഭാഗങ്ങളിലാണ് താൽക്കാലിക വിലക്കുള്ളത്. അതായത് അത് ഏതൊക്കെ വിഭാഗങ്ങളാണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കിടന്ന് കൂകി വിളിക്കുന്നവരും കിടന്ന് തള്ളിമറിക്കുന്നവരും ഒക്കെ അറിയുക, മോദി പല രാജ്യങ്ങളും സന്ദർശിക്കും. ആ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. ഖത്തറുമായി നേരത്തെ ഖത്തർ ഇന്ത്യയിലെ ആളുകൾക്ക് വിസ നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൂടി തരാം, ഞങ്ങളുടെ രാജ്യത്തെ ജനങ്ങൾക്ക് വിസ നൽകിയില്ലെങ്കിൽ അവരെയൊക്കെ തിരിച്ചു വിളിച്ചുകൊണ്ട് മറ്റ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അവർക്ക് ജോലി നൽകുകയോ ഞങ്ങൾ ചെയ്യും, അതുകൊണ്ട് കൂടുതൽ കളിയുമായി വരരുത് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് മോദി രംഗത്തെത്തിയതാണ്. അങ്ങനെയുള്ള മോദി സൗദിയിലെത്തുമ്പോൾ സൗദിയുമായി നല്ല ബന്ധമുള്ളപ്പോൾ എങ്ങനെയാണ് ഇന്ത്യക്ക് വിസ നിഷേധിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നവരോട് ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാഖ്, നൈജീരിയ, ജോർദാൻ, അൾജീരിയ, സുഡാൻ, എത്തോപ്യ, ടുണീഷ്യ, യമൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾക്കാണ് ഈ വിലക്ക് ബാധകം. വിലക്ക് ജൂൺ പകുതി വരെ തുടരും. ഇത്തവണ അനധികൃത ഹജ്ജ് തീർത്ഥാടകരെ കർശനമായി നിരോധിക്കാനാണ് സൗദി സർക്കാരിന്റെ തീരുമാനം. ഇനി എന്തുകൊണ്ടാണ് ഈ വിഭാഗക്കാർക്ക് വിസ കിട്ടില്ല എന്ന് പറയുന്നത്? പ്രധാനമായും 3 വിഭാഗങ്ങളിലാണ് സൗദി അറേബ്യ വിസ താൽക്കാലികമായി നിർത്തുന്നത്. ഉംറ, ബിസിനസ്, ഫാമിലി വിസകൾ എന്നിവ അടുത്ത 3 മാസത്തേക്ക് നിർത്തിവെക്കും. എന്നാൽ ഇവരുടെ ജോലിക്കാരുടെ റെസിഡൻസ് വിസ, ഡിപ്ലോമാറ്റിക് വിസ, ഹജ്ജ് വിസ എന്നിവയെ ഈ വിലക്ക് ബാധിക്കില്ല. അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നവരെ തടയുക എന്നതാണ് സർക്കാർ തീരുമാനത്തിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം. ഹജ്ജിന് സൗദി സർക്കാർ കോട്ട സംവിധാനമാണ് നടപ്പാക്കി വരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കോട്ട പ്രകാരം എത്തുന്നവർക്കാണ് തീർത്ഥാടനത്തിന് അനുമതി. എന്നാൽ ഹജ്ജ് വിസയിലല്ലാതെ സൗദിയിലെത്തുന്നവർ ഹജ്ജ് നിർവഹിക്കാൻ എത്തുന്നത് മക്കയിലും മദീനയിലും വലിയ തിരക്കാണ് സൃഷ്ടിക്കുന്നത്. 2024 തിക്കിലും തിരക്കിലും പെട്ട് 1200 തീർത്ഥാടകർ മരിച്ചിരുന്നു. ഉംറ വിസയിലും ഫാമിലി വിസയിലും എത്തുന്നവർ അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നത് സർക്കാരിന്റെ കണക്കുകളെ അട്ടിമറിക്കുന്നു. ഇത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട്. ഹജ്ജിന് 2 മാസം മുമ്പ് സാധാരണയായി ഉംറ വിസ അനുവദിക്കുന്നത് സൗദി സർക്കാർ നിർത്തിവെക്കാറുണ്ട്. ഈ വർഷം ജൂൺ 6-നാണ് ഹജ്ജ് തീർത്ഥാടനം. തീർത്ഥാടകരുടെ തിരിച്ചുപോക്ക് അവസാനിക്കുന്നതോടെ ഉംറ, ഫാമിലി, ബിസിനസ് വിസകൾ പുനരാരംഭിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു നിർണായക തീരുമാനമാണ് ഇന്ത്യക്കാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് താൽക്കാലികമായി വിസ നൽകുന്നില്ല എന്നുള്ളത് നിരോധിച്ചിരിക്കുന്നു. കാരണം ഈ തീർത്ഥാടനത്തിനാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ പോകുന്നവരും അവിടെ തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സൗദി 14 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസ നിരോധനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റ് വിസകളിലെത്തി ഹജ്ജിന് ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സൗദി അറിയിച്ചിട്ടുണ്ട്. ഹജ്ജിന് 20 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കാറുണ്ട്. ഇതിനു പുറമെയാണ് അനധികൃതമായി ഹജ്ജിന് ആളുകൾ എത്തുന്നത്. അത് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമുണ്ടാക്കും. അത് നിയന്ത്രിക്കാനാണ് ഈ മുൻകൂട്ടിയുള്ള നടപടികൾ എന്നാണ് പ്രധാനമായും സൗദി പറയുന്നത്. വിസ നിയന്ത്രണം ശക്തമായി നടപ്പാക്കാൻ സൗദി പ്രധാനമന്ത്രിയും കിരീടാവകാശിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ ബന്ധപ്പെട്ട വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹജ്ജ് വേളയിൽ സൗദി അറേബ്യയുടെ എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം നിർത്തിവെക്കും. എല്ലാ വകുപ്പുകളും ഹജ്ജ് സുഗമമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ഹജ്ജ് സേവനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലെ വോളണ്ടറിമാരെയും സൗദി തേടാറുണ്ട്. വിസിറ്റ് വിസകളും ഉംറ വിസകളും സൗദി അറേബ്യ ഏപ്രിൽ 13 വരെ മാത്രമേ അനുവദിക്കൂ. അതിനുശേഷമാണ്
ഇപ്പോൾ പ്രഖ്യാപിച്ച നിരോധനം നിലവിൽ വരിക. നിരോധനം ഏർപ്പെടുത്തിയ 13 രാജ്യങ്ങളുടെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒരു രാജ്യം ഏതാണെന്ന് അവ്യക്തമാണ്. വൈകാതെ ഇത് സംബന്ധിച്ച വിവരങ്ങളും പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2004 ഹജ്ജ് സീസണിൽ 1200-ലധികം പേരാണ് മരിച്ചത്. അമിതമായ ചൂടും പരിധി വിട്ട് തീർത്ഥാടനരെത്തുന്നതുമാണ് ഇതിന് കാരണമായി കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നിയമവിരുദ്ധത തടയാനുള്ള ഒരു തീരുമാനം കൃത്യമായി സൗദി എടുത്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കൃത്യമായി തന്നെ സൗദി അറിയിച്ചത്. തീർത്ഥാടനത്തിന് അനധികൃതമായി വരുന്നവർ ഇങ്ങോട്ടേക്ക് എത്തണ്ട. കാരണം വന്നു കഴിഞ്ഞാൽ അമിതമായ ചൂടും ഈ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്തതുമൊക്കെ വലിയ പ്രശ്നമുണ്ടാക്കും. ആ പ്രശ്നങ്ങൾ ആളുകളുടെ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ടാണ് വിസ നൽകുന്നില്ല എന്ന് തീരുമാനിച്ചത്. ഇനി ഇവിടെ കിടന്ന് ബഹളം വെച്ച് തുള്ളി ചാടി മറിക്കണ്ട. കാരണം മോദിയും സൗദിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്, അല്ലെങ്കിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ആ ബന്ധം അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് ഇന്ത്യക്കാർക്കുൾപ്പെടെ 14 രാജ്യങ്ങളിൽ നിന്ന് അനധികൃതമായി എത്തുന്നവർക്കാണ് ഈ വിസ നിരോധനം ഉള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സുഡാപ്പികൾ കിടന്ന് തിളച്ച് മറിയാൻ എന്നാണ് പറയാനുള്ളത്. അല്ലാതെ വെറുതെ കിടന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വെച്ച് ആളുകളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉദ്ദേശം, BJP സർക്കാർ സൗദിയിൽ പോകുന്ന ജനങ്ങളെ സഹായിക്കുന്നില്ല, അവരുടെ വിസ നിഷേധിച്ചത് കണ്ടില്ലേ, എന്നിട്ടും എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ സൗദിയുടെ നിയമം അങ്ങനെയാണ്. അവിടെ കയറി ചെന്നിട്ട് പിന്നെ ഹജ്ജിന് കയറി അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അവിടുത്തെ ജനങ്ങളുടെ ജീവന് തന്നെ വലിയ ഭീഷണിയാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സൗദി ഈ നിയമം വച്ചിട്ടുള്ളത്.